നമസ്കാരം. പ്രധാന വാർത്തകൾ. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ വലിയ രാഷ്ട്രീയ അട്ടിമറി. എസ്ഡിപിഐയുടെ പിന്തുണയിൽ യുഡിഎഫ് അധികാരത്തിലെത്തി. എൽഡിഎഫിന് ഭരണം നഷ്ടമായി. കോൺഗ്രസിലെ AM നിധീഷ് പ്രസിഡന്റ്. കോൺഗ്രസ് അംഗങ്ങളോട് രാജിവെച്ചൊഴിയാൻ DCC നിർദ്ദേശം. നറുക്കെടുപ്പിലൂടെ ഭാഗ്യം യുഡിഎഫിന് തുണച്ചു. വേലൂർ പഞ്ചായത്ത് ഭരണം യുഡിഎഫിന്. പ്രസിഡന്റിന് പുറമെ വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് ലഭിച്ചു. പ്രസിഡന്റായി സ്വപ്ന രാമചന്ദ്രനും വൈസ് പ്രസിഡന്റായി നിധീഷ് ചന്ദ്രൻ വട്ടംപറമ്പിലും തെരഞ്ഞെടുക്കപ്പെട്ടു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങൾ പങ്കെടുത്തു. പ്രസിഡന്റായി സിനി പ്രസാദിനെ ഏകപക്ഷീയമായി തെരഞ്ഞെടുത്തപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജിഷ സുനിൽകുമാർ വിജയിച്ചത് വോട്ടെടുപ്പിലൂടെ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നാടകീയമായ രാഷ്ട്രീയ അട്ടിമറി. UDF സ്വതന്ത്ര അംഗത്തിന്റെ വോട്ടോടെ LDF ഭരണം നിലനിർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലേക്ക് നീങ്ങുമെന്ന് കരുതിയ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം നടന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് LDFന് തുണയായത്. 8 വോട്ടുകൾ നേടി KV നഫീസ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അഡ്വക്കേറ്റ് KK ഷിബു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ വലിയ രാഷ്ട്രീയ അട്ടിമറി. SDPയുടെ പിന്തുണയിൽ UDF അധികാരത്തിലെത്തി. LDFന് ഭരണം നഷ്ടമായി. കോൺഗ്രസിലെ AM നിധീഷ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ 25 വർഷമായി LDF ഭരിച്ചിരുന്ന പഞ്ചായത്ത് UDFന് പിടിച്ചെടുക്കാനായി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന വോട്ടെടുപ്പിൽ UDF സ്ഥാനാർത്ഥി AM നിധീഷിന് SDPയുടെ 2 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചു. LDF 6, UDF 5, SDPI 2, BJP 1 എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ നിലവിലെ കക്ഷിനില. വോട്ടെടുപ്പിൽ SDPI അംഗങ്ങളായ ഷാമില കബീറും ഷഹീദും UDFന് വോട്ട് ചെയ്തു. ഏക BJP അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തതോടെ നിധീഷ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പഞ്ചായത്തിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യങ്ങളായ തെരുവുനായ ശല്യം കുറയ്ക്കുവാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും പ്രഥമ പരിഗണന നൽകുമെന്ന് പുതിയ പ്രസിഡന്റ് AM നിധീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. SDPI അംഗങ്ങളുടെ പിന്തുണയോടെ തന്നെ കോൺഗ്രസിലെ സബേറ്റ വർഗീസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യം തന്നെ പഞ്ചായത്തിലെ തെരുവുനായ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. കഴിയാവുന്ന നടപടികൾ തെരുവുനായ ശല്യമാണ് പ്രഥമ പരിഗണന. അതുപോലെ തന്നെ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം തീർക്കാനും അതുപോലെ പഞ്ചായത്തിന് വേണ്ട അടിസ്ഥാന വികസനങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാക്കി തകർന്നു കിടക്കുന്ന റോഡുകൾ, ഇതാണ് നമ്മുടെ പ്രഥമ പരിഗണന നമ്മൾ കൊടുക്കുന്ന വിഷയങ്ങൾ. പാർട്ടി നിർദ്ദേശപ്രകാരം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. നിലവിൽ UDFന് 5 അംഗങ്ങളാണുള്ളത്. അതിലേക്കാൾ 2 വോട്ട് കൂടുതൽ കിട്ടിയിട്ടാണ് നിലവിൽ കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ഒരു പാർട്ടിയായിട്ടും യാതൊരു മുൻധാരണകളും ഉണ്ടാക്കിയിട്ടില്ല. പഞ്ചായത്തിൻ്റെ 25 വർഷത്തിൽ കൂടുതലുള്ള ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച് എനിക്ക് വോട്ട് ചെയ്തിട്ട് പഞ്ചായത്ത് മെമ്പർമാർ ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്തിട്ടുള്ളതാണ്. തുടർ നടപടികൾ എന്താണ് വേണ്ടതെന്ന് ഞാൻ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുന്നതായിരിക്കും. നറുക്കെടുപ്പിലെ ഭാഗ്യം UDFനെ തുണച്ചു. വേലൂർ പഞ്ചായത്ത് ഭരണം UDFന്. പ്രസിഡന്റിന് പുറമെ വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് ലഭിച്ചു. LDFനും UDFനും തുല്യ അംഗങ്ങളുള്ള വേലൂർ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ UDFന് ലഭിച്ചത്. പ്രസിഡന്റായി സ്വപ്ന രാമചന്ദ്രനും വൈസ് പ്രസിഡന്റായി നിധീഷ് ചന്ദ്രൻ വട്ടംപറമ്പിലും തെരഞ്ഞെടുക്കപ്പെട്ടു. 19 വാർഡുകളിൽ 9 LDFും 9 UDFും 1 BJP, ഇങ്ങനെയാണ് കക്ഷിനില. BJP അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ LDFും UDFും തുല്യ വോട്ടുകൾ നേടി. തുടർന്നാണ് നറുക്കെടുപ്പ് നടത്തിയത്. LDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ശുഭ അനിൽകുമാറും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി AS ചന്ദ്രനുമാണ് മത്സരിച്ചത്. 2015ലും 2020ലും LDF ആണ് പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. സ്വപ്ന രാമചന്ദ്രന്റെയും നിധീഷ് ചന്ദ്രന്റെയും വിജയത്തോടെ ഭരണം പൂർണ്ണമായും UDFന് ലഭിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ സ്വപ്ന രാമചന്ദ്രൻ ഇത് 4ാം തവണയാണ് പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. വലിയ സന്തോഷവും അഭിമാനവുമുള്ള സമയമാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ കാലങ്ങളായിട്ടുള്ള അവരുടെ ആഗ്രഹം ഇന്ന് സഫലമായിട്ടിരിക്കുകയാണ്. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത്. ഒരു വാർഡിലെ പ്രസിഡന്റ് അല്ലാതെ മുഴുവൻ ജനങ്ങളുടെയും പ്രസിഡന്റായിട്ട് ഇരുന്നുകൊണ്ട് വികസനത്തിനും അതുപോലെ തന്നെ ക്ഷേമത്തിനും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഈ വേലൂരിലെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം. കഴിഞ്ഞ ഭരണസമിതിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു നിധീഷ് ചന്ദ്രൻ.
ഭരണം ലഭിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ വേലൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ബിന്ദു ധർമ്മൻ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDFിലെ ബിന്ദു ധർമ്മന്റെ പേര് മെമ്പർ ബിന്ദു ടീച്ചർ നിർദ്ദേശിച്ചു. 5ാം വാർഡ് മെമ്പർ TA ശശി പിൻതാങ്ങി. UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥി നിഷ ആരേഗത്തിന്റെ പേര് 12ാം വാർഡ് മെമ്പർ ബിനി സുഭാഷ് നിർദ്ദേശിച്ചു. 2ാം വാർഡ് മെമ്പർ സുഹൈൽ പിൻതാങ്ങി. ആകെ പോൾ ചെയ്ത 22 വോട്ടിൽ ബിന്ദു ധർമ്മന് 16 വോട്ടും നിഷ ആരേഗത്തിന് 6 വോട്ടും ലഭിച്ചു. ഇതോടെ 16 വോട്ട് ലഭിച്ച ബിന്ദു ധർമ്മനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതായി മുഖ്യ വരണാധികാരി AP ജിജി പ്രഖ്യാപിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. 20ാം വാർഡ് വില്ലനൂരിൽ നിന്നാണ് ബിന്ദു വിജയിച്ചത്. പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ബിന്ദു ധർമ്മനെ പഞ്ചായത്ത് സെക്രട്ടറി KR രേഖ പൂച്ചെണ്ട് നൽകി അഭിനന്ദിച്ചു. തുടർന്ന് LDF നേതാക്കൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പൊന്നാടയണിയിച്ചും പൂച്ചെണ്ട് നൽകിയും അനുമോദിച്ചു. പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുമെന്ന് ബിന്ദു CCTVയോട് പറഞ്ഞു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങൾ പങ്കെടുത്തു. പ്രസിഡന്റായി സിനി പ്രസാദിനെ ഏകപക്ഷീയമായി തെരഞ്ഞെടുത്തപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജിഷ സുനിൽകുമാർ വിജയിച്ചത് വോട്ടെടുപ്പിലൂടെ. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സിനി പ്രസാദും വൈസ് പ്രസിഡന്റായി ജിഷ സുനിൽകുമാറും ചുമതലയേറ്റു. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വരണാധികാരി ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ മനോജ് അധ്യക്ഷത വഹിച്ചു. 12ാം വാർഡ് അംഗം സിനി പ്രസാദിന്റെ പേര് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 15ാം വാർഡ് അംഗം സച്ചിൻ പ്രകാശ് നിർദ്ദേശിച്ചു. 3ാം വാർഡ് അംഗം ജുലറ്റ് ബിനു പിൻതാങ്ങി. ഭരണസമിതിയിലെ 7 UDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചിറങ്ങിപ്പോയതോടെ എതിർ സ്ഥാനാർത്ഥിയില്ലാത്തതിനാൽ സിനി പ്രസാദ് ഏകപക്ഷീയമായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. 13ാം വിവാഹ വാർഷിക ദിനത്തിൽ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്ത സിനിയെ ഭർത്താവ് പ്രസാദ്, മക്കളായ ശ്രീനന്ദ്, ശ്രീലക്ഷ്മി എന്നിവർ ഹാരമർപ്പിച്ച് സ്വീകരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്ത് നിന്ന് ജിഷ സുനിൽകുമാറും UDFിൽ നിന്ന് KL പോൾസണും മത്സരിച്ചു. ഇതിൽ 7-നെതിരെ 13 വോട്ടുകൾ നേടി ജിഷ വിജയിച്ചു. ജിഷയുടെ പേര് 5ാം വാർഡ് അംഗം CA ലിജു നിർദ്ദേശിച്ചു. 18ാം വാർഡിൽ നിന്നുള്ള ശൈല പുഷ്പാകരൻ പിൻതാങ്ങി. KL പോൾസിന്റെ പേര് 9ാം വാർഡ് അംഗം TO സെബി നിർദ്ദേശിച്ചു. 6ാം വാർഡ് അംഗം അനുഷ ഷാഫർ പിൻതാങ്ങി. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് വിജയിച്ച സിനി പ്രസാദ്, ജിഷ സുനിൽകുമാർ എന്നിവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളുടെ നേതൃത്വത്തിൽ ഹാരാർപ്പണം നടത്തി ബൊക്കെ നൽകി അനുമോദിച്ചു. തുടർന്ന് ചേർന്ന അനുമോദന യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി AM മാറ്റ്ലി, അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ്, ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചൂണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറി MB പ്രവീൺ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ TO സെബി, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PB അനൂപ്, M പീതാംബരൻ, CJ ജിജു മാസ്റ്റർ, PK രാജൻ മാസ്റ്റർ, ജോർജ് കൂനമൂച്ചി, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രേഖ സുനിൽ, മുൻ വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റായി VM മനാഫിനെ തെരഞ്ഞെടുത്തു. 14ാം വാർഡ് അംഗം VM മനാഫിനെ ഉമ്മർ ഹാജി നിർദ്ദേശിച്ചു. CS രമണൻ പിൻതാങ്ങി. CPIM 2ാം വാർഡ് അംഗം MS പ്രകാശിനെ റാഹില വഹാബ് നിർദ്ദേശിച്ചു. AK മുനീർ പിൻതാങ്ങി. വരണാധികാരി ബിന്ദു ഫ്രാൻസിസ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. മനാഫിന് 12 വോട്ടും പ്രകാശിന് 4 വോട്ടുകളും ലഭിച്ചു. BJP അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പ്രസിഡന്റായി VM മനാഫ് സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ മനാഫിന് അഭിനന്ദനങ്ങൾ നേർന്നു. CH റഷീദ്, PV ഉമ്മർകുഞ്ഞി, PK ബഷീർ, PM മുജീബ്, KD വീരമണി, ചാലിൽ ഫൈസൽ, C മുസ്താഖ് അലി, സ്വാലിഹ ഷൌക്കത്ത്, ലത്തീഫ് എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നാടകീയമായ രാഷ്ട്രീയ അട്ടിമറി. UDF സ്വതന്ത്ര അംഗത്തിന്റെ വോട്ടോടെ LDF ഭരണം നിലനിർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലേക്ക് നീങ്ങുമെന്ന് കരുതിയ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം നടന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് LDFന് തുണയായത്. 8 വോട്ടുകൾ നേടി KV നഫീസ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2 പതിറ്റാണ്ടായി തങ്ങളുടെ പക്കലുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം അതീവ നാടകീയമായ നീക്കങ്ങളിലൂടെ LDF നിലനിർത്തി. ആകെയുള്ള 14 ഡിവിഷനുകളിൽ 7 LDFും ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ 7 UDFും വീതം പങ്കിട്ടതോടെ ഭരണം നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുകയായിരുന്നു പൊതുവെ കരുതിയിരുന്നത്. എന്നാൽ വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ വാർഡ് 13 തളിയിൽ നിന്നും UDF സ്വതന്ത്രനായി വിജയിച്ച ജാഫർ LDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. ഇതോടെയാണ് LDF കേന്ദ്രങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അട്ടിമറി വിജയം സാധ്യമായത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ LDFന്റെ KV നഫീസ 8 വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി ഷാനവാസിന് 6 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്.
സ്വതന്ത്ര അംഗത്തിന്റെ അപ്രതീക്ഷിത പിന്തുണയോടെ വടക്കാഞ്ചേരി ബ്ലോക്കിൽ LDF തുടർഭരണം ഉറപ്പിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി UDF-ലെ അഡ്വക്കേറ്റ് KK ഷിബുവിനെ തെരഞ്ഞെടുത്തു. ഷിബുവിനെ VM ഷാഹിദ് നിർദ്ദേശിച്ചു. CV മുരളി പിന്താങ്ങി. LDF-ന് 2 അംഗങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടായില്ല. ടൗൺ പ്ലാനർ ഡോക്ടർ പ്രദീപ് വരണാധികാരിയായി. മത്സരമില്ലാത്തതിനാൽ KK ഷിബുവിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ്, HM നൌഫൽ, ലത്തീഫ് പാലയൂർ തുടങ്ങിയവർ പുതിയ സാരഥിയെ അനുമോദിച്ചു. KA ജ്യോതിഷ് പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ്. ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണി പോർക്കുളത്ത് അധികാരത്തിലെത്തുന്നത്. ശനിയാഴ്ച രാവിലെ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 5-ാം വാർഡ് കൊങ്ങണൂരിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച ജ്യോതിഷിന്റെ പേര് 8-ാം വാർഡ് മെമ്പർ K ഉണ്ണികൃഷ്ണൻ നിർദ്ദേശിച്ചു. 7-ാം വാർഡ് മെമ്പർ P പ്രവീൺകുമാർ പിന്താങ്ങി. LDF-ൽ നിന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച 13-ാം വാർഡ് പോർക്കുളം പോസ്റ്റ് ഓഫീസിൽ നിന്നും വിജയിച്ച സിന്ധു ബാലന്റെ പേര് 4-ാം വാർഡ് മെമ്പർ KP രമേശ് നിർദ്ദേശിക്കുകയും 3-ാം വാർഡ് മെമ്പർ സുമയ്യ ഷറഫുദ്ദീൻ പിന്താങ്ങുകയും ചെയ്തു. ഒരു സീറ്റ് മാത്രമുള്ള BJP മത്സരത്തിൽ നിന്നും വിട്ടുനിന്നു. ആകെയുള്ള 14 വാർഡുകളിൽ നിന്നും പോൾ ചെയ്ത 13 വോട്ടുകളിൽ 8 എണ്ണം ജ്യോതിഷിനും 5 വോട്ട് സിന്ധു ബാലനും ലഭിച്ചു. 8 വോട്ടുകൾ നേടിയ ജ്യോതിഷ് വിജയിച്ചതായി മുഖ്യഭരണാധികാരി യേശുദാസ് പ്രഖ്യാപിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ജ്യോതിഷ് രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ലിൻസി ഡേവിഡ് ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ജ്യോതിഷിനെ അഭിനന്ദിച്ചു. തുടർന്ന് UDF നേതാക്കളും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. 10 വർഷങ്ങൾക്ക് ശേഷം പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി ഇന്നിവിടെ സ്ഥാനമേറ്റിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു. ശേഷം വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനം മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിൻ്റെ വികസനോന്മുഖമായ പ്രവർത്തനത്തിന് ഈ നാട്ടിലെ മുഴുവൻ ബഹുജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിന് ഈ സമൂഹത്തിൻ്റെ, ഈ നാടിൻ്റെ, ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും എല്ലാ വിധത്തിലുള്ള പിന്തുണയും സഹായവും സഹകരണങ്ങളും ഞങ്ങൾക്കുണ്ടാകണമെന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 8 വോട്ടുകൾ നേടി 10-ാം വാർഡ് കല്ലഴിക്കുന്നിൽ നിന്നും വിജയിച്ച തുഷാര സുബീഷ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ ബിന്ദു ഗിരീഷിനെ തെരഞ്ഞെടുത്തു. UDF-ലെ മീന ശലമോനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. 19 വാർഡുകളിൽ LDF 10, UDF 8 എന്നിങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി K ഗോവിന്ദൻകുട്ടി വോട്ട് രേഖപ്പെടുത്തിയില്ല. എരുമപ്പെട്ടി പഞ്ചായത്തിൽ LDF-ന് തുടർഭരണമാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റും 2015-20 വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു ബിന്ദു ഗിരീഷ്. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അർച്ചന വിശ്വനാഥ് ആയിരുന്നു വരണാധികാരി. തുടർന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S വസന്തലാൽ, AK കണ്ണൻ, UK മണി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ PC അബാൽമണി, M നന്ദീഷ് എന്നിവർ പുതിയ പ്രസിഡന്റിന് ഹാരാർപ്പണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി LDF-ലെ കൊടുമ്പിൽ മുരളിയെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയും അതുപോലെ തന്നെ എല്ലാ അംഗങ്ങളെയും ഒത്തുചേർത്തുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വാർഡിനകത്തും വികസന പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വിവിധ മേഖലകളിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ ഇടപെട്ടുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാമെന്ന് ഈ ഒരു അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ്. UDF-ലെ ജിൽസി ബാബു വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ്. 16-ാം വാർഡ് മെമ്പർ ജിൽസിയെ 9-ാം വാർഡ് അംഗം നബീൽ NMK നിർദ്ദേശിച്ചു. 2-ാം വാർഡ് അംഗം അജയ്കുമാർ വൈലേരി പിന്താങ്ങി. LDF-ലെ രുക്മിയ സുധീറിനെ 4-ാം വാർഡ് അംഗം ഷനിൽ നിർദ്ദേശിച്ചു. നിഷിത ബാബു പിന്താങ്ങി. വരണാധികാരി സെബീന പരീദ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. UDF സ്ഥാനാർത്ഥി ജിൽസി ബാബുവിന് 12 വോട്ടും LDF-ലെ രുക്മിയ സുധീറിന് 5 വോട്ടും ലഭിച്ചു. 1 വോട്ട് അസാധുവായി. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം കാട്ടകാമ്പാൽ പഞ്ചായത്ത് ഭരണം UDF-ന്. കോൺഗ്രസിലെ K ജയശങ്കർ പ്രസിഡന്റായി അധികാരമേറ്റു. ശനിയാഴ്ച രാവിലെ 10-ന് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 11-ാം വാർഡ് പഴഞ്ഞി ഈസ്റ്റിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച K ജയശങ്കറിന്റെ പേര് 5-ാം വാർഡ് മെമ്പർ KM റസാഖ് നിർദ്ദേശിച്ചു. 12-ാം വാർഡ് മെമ്പർ മിനി ടീച്ചർ പിന്താങ്ങി. LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച 16-ാം വാർഡ് പെങ്ങാമുക്കിൽ നിന്നും
CK സദാനന്ദൻ മാസ്റ്ററുടെ പേര് 3-ാം വാർഡ് മെമ്പർ സന്തോഷ് കൊളത്തേരി നിർദ്ദേശിച്ചു. 10-ാം വാർഡ് മെമ്പർ PM അലി പിന്താങ്ങി. BJP മത്സരത്തിൽ നിന്നും വിട്ടുനിന്നു. ആകെയുള്ള 18 വോട്ടിൽ പോൾ ചെയ്ത 17-ൽ 9 വോട്ട് ജയശങ്കറിനും 8 വോട്ട് സദാനന്ദൻ മാസ്റ്റർക്കും ലഭിച്ചു. 9 വോട്ട് ലഭിച്ച ജയശങ്കർ വിജയിച്ചതായി മുഖ്യവരണാധികാരി റിയ ജോസഫ് പ്രഖ്യാപിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. പ്രസിഡന്റായി സ്ഥാനമേറ്റ ജയശങ്കറിനെ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീജിത്ത് ബൊക്കെ നൽകി അഭിനന്ദിച്ചു. തുടർന്ന് UDF നേതാക്കളും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും പൊന്നാടയണിയിച്ച് അഭിനന്ദിച്ചു. 10 വർഷത്തിനു ശേഷം ഭരണം UDFന്റെ കയ്യിൽ ഏൽപ്പിച്ച ജനങ്ങളോടുള്ള നന്ദിയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും സ്ഥാനമേറ്റതിനു ശേഷം ജയശങ്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിന്റെ 2025-2030 കാലയളവിലെ ഭരണസമിതിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ഞാൻ ഈ പഞ്ചായത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും കടന്നു വരാൻ കഴിയാൻ പറ്റാവുന്ന ഒരു ജനകീയ പഞ്ചായത്തായി കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിനെ മാറ്റണം. വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികളുടെയും അഭിപ്രായങ്ങൾ തേടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് സർവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. വരവൂർ ഗ്രാമപഞ്ചായത്തിൽ LDFന് UB കണ്ണനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. UDFലെ TM നാസർ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. ആകെ 16 സീറ്റിൽ 9 LDF, 4 UDF, 2 BJP, 1 സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് കക്ഷിനില. 9 വോട്ടുകൾക്കാണ് UB കണ്ണൻ വിജയിച്ചത്. UDFന് 4 വോട്ടുകൾ ലഭിച്ചു. BJP അംഗങ്ങളും 1 സ്വതന്ത്രനും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വർഷങ്ങളോളമായി LDF ആണ് വരവൂർ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് ചേർന്ന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും വാപ്പുട്ടിക്കായാലും നാസറായാലും എല്ലാ നമ്മുടെ ബന്ധേച്ചി അടക്കമുള്ള എല്ലാവരുടെയും പിന്തുണ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാനും അതുപോലെ തന്നെ ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ വരവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാം ഒരുമിച്ച് ഒപ്പം ചേർന്നുകൊണ്ട് നമുക്കൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും ആവശ്യപ്പെട്ടുകൊണ്ട് പുന്നയൂർ പഞ്ചായത്തിൽ UDFലെ റസ്ല റഹീം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. LDFൽ നിന്ന് ഭരണം തിരിച്ചുപിടിച്ച UDF ഇക്കുറി വലിയ മുന്നേറ്റമാണ് പഞ്ചായത്തിൽ നടത്തിയത്. വരണാധികാരി കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസർ P. ബാബുമോൻ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. 5 വോട്ടുകൾക്കെതിരെ 16 വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥിയായി റസ്ല റഹീമിനെ വാർഡ് 9ലെ കോൺഗ്രസ് അംഗം IP രാജേന്ദ്രൻ നിർദ്ദേശിച്ചു. 8-ാം വാർഡ് അംഗം മുസ്ലിം ലീഗിലെ RP ബഷീർ പിന്തുണച്ചു. LDF സ്ഥാനാർത്ഥിയായി 6-ാം വാർഡിലെ CPM അംഗം ഷൈബ ദിനേശനെ 4-ാം വാർഡിലെ ബാബു മാസ്റ്റർ നിർദ്ദേശിച്ചു. 10-ാം വാർഡിലെ CPI അംഗം ഷെഫീന മുനീർ പിന്തുണച്ചു. 22-അംഗ പഞ്ചായത്ത് സമിതിയിൽ UDF 17 അംഗങ്ങളും LDF 5 അംഗങ്ങളുമാണുള്ളത്. CPIM അംഗം ഷൈബ ദിനേശന് 5 വോട്ട് ലഭിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി റസ്ല റഹീമിന് 16 വോട്ട് ലഭിച്ചു. ഒരു ലീഗ് അംഗത്തിന്റെ വോട്ട് അസാധുവായി. വാർഡ് 22-ൽ നിന്നുള്ള അബ്ദുസലീം കുന്നമ്മത്തിന്റെ വോട്ടാണ് സാങ്കേതിക തടസ്സം ഉന്നയിച്ച വരണാധികാരി അസാധുവായി പ്രഖ്യാപിച്ചത്. സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ റസ്ല റഹീമിനെ പാർട്ടി നേതാക്കൾ മുദ്രാവാക്യം വിളിച്ച് ഷോൾ അണിയിച്ച് അഭിനന്ദിച്ചു. തുടർന്ന് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച IP രാജേന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്തു. 9-ാം വാർഡ് UDF അംഗമാണ് രാജേന്ദ്രൻ. LDFന് 3-ാം തുടർഭരണം ലഭിച്ച കടങ്ങോട് പഞ്ചായത്തിൽ അഡ്വക്കേറ്റ് KM നൌഷാദിനെ പ്രസിഡന്റായും അനില ജോസഫിനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDFലെ PN വിഷയകുമാറും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആമിന സുലൈമാനുമായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ. ആകെ 21 സീറ്റിൽ 11 LDFും 9 UDFും 1 BJP ഇങ്ങനെയാണ് കക്ഷിനില. BJP അംഗം വോട്ടിൽ നിന്ന് വിട്ടുനിന്നു. അഡ്വക്കേറ്റ് KM നൌഷാദിന് 11 വോട്ടും PN വിഷയകുമാറിന് 9 വോട്ടും ലഭിച്ചു. LDF ധാരണ പ്രകാരം CPI അംഗമായ അനില ജോസഫിന് 3 വർഷത്തേക്കാണ് ആദ്യ ടൈമിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നത്. അവസാന 2 വർഷം CPMന് ഉപാധ്യക്ഷ പദവി നൽകും. തലപ്പള്ളി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ KK ഷാബുവായിരുന്നു വരണാധികാരി. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൌഷാദിനെയും വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അനില ജോസഫിനെയും LDF നേതാക്കളും പ്രവർത്തകരും ഹാരമണിയിച്ച് അഭിനന്ദിച്ചു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയർന്ന പ്രവർത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയാണ് ജനങ്ങളിൽ നിന്ന് എല്ലാ വാർഡിലും 21 വാർഡിലെ ജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ ശേഖരിച്ച് അത് ക്രോഡീകരിച്ച് ജനസമക്ഷത്തിന്റെ മുന്നിൽ തെരഞ്ഞെടുപ്പിന്റെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. അത് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ 3ാമതും
ഈ പഞ്ചായത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്ത 5 വർഷക്കാലം ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് സുതാര്യവും ജനകീയവുമായിട്ടുള്ള സംശുദ്ധവും അഴിമതിരഹിതവുമായിട്ടുള്ള ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കും. മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് കണ്ണൻ കളഭത്തിൽ ആറാടി. കളഭത്തിൽ ആറാടിയ കണ്ണനെ ഒരു നോക്ക് കാണാൻ ഭക്തസഹസ്രങ്ങളെത്തി. പഞ്ചഗവ്യാഭിഷേകത്തോടെ എന്നും ഉച്ചപൂജയ്ക്ക് ഭഗവാന് കളഭം ചാർത്തുന്നുണ്ടെങ്കിലും മണ്ഡല സമാപന ദിനത്തിലെ കളഭാട്ടം അതിവിശിഷ്ടവും പുണ്യപ്രസിദ്ധിയാർജിച്ചതുമാണ്. സാധാരണത്തേക്കാൾ ഇരട്ടി അനുപാതത്തിൽ ചന്ദനവും കുങ്കുമവും ചേർത്താണ് അഭിഷേകത്തിനുള്ള കളഭം തയ്യാറാക്കിയത്. കീഴ്ശാന്തി നമ്പൂതിരിമാർ പ്രത്യേകം തയ്യാറാക്കി കുംഭത്തിലാക്കിയ കളഭം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പൂജിച്ച് ചൈതന്യപൂരിതമാക്കി. പിന്നീട് ഉച്ചപൂജയ്ക്ക് മുമ്പ് ആദ്യം ഗുരുവായൂരപ്പന് നവകാഭിഷേകം നടത്തി. തുടർന്നായിരുന്നു കളഭാഭിഷേകം. പൂജിച്ച കളഭം തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മന്ത്രപുരസരം ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. ഭക്തരുടെ കണ്ഠങ്ങളിൽ നിന്നുള്ള നാരായണനാമ സങ്കീർത്തനങ്ങൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങ്. കോഴിക്കോട് സാമൂദ്രിയുടെ വക വഴിപാടായാണ് കളഭാഭിഷേകം നടന്നത്. കളഭത്തിൽ ആറാടി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ ഞായറാഴ്ച നിർമ്മാല്യം വരെ ഭക്തർക്ക് ദർശിക്കാനാകും. കളഭാഭിഷേകത്തോടെ ക്ഷേത്രത്തിൽ മണ്ഡലകാല പൂജകൾക്ക് സമാപനമായി. ക്ഷേത്രത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വക വിളക്കാഘോഷവും ഉണ്ടായിരുന്നു. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കർഷകരെ ദുരിതത്തിലാക്കുന്നു. എരുമപ്പെട്ടി കരിയന്നൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി 750-ലധികം നേന്ത്രവാഴ തൈകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. സുരേഷ്, വിജയൻ, അബ്ദുൾ റഹ്മാൻ, നാരായണൻ നായർ, അശോകൻ, അനന്തൻ, വേലായുധൻ, ദിനേശ് എന്നിവരുടെ നേന്ത്രവാഴകളാണ് നശിപ്പിച്ചിട്ടുള്ളത്. 1 മാസം മുതൽ കുലയ്ക്കാറായ വാഴകൾ വരെ വിവിധ പ്രായത്തിലുള്ള വാഴത്തൈകളാണ് നശിപ്പിച്ചിട്ടുള്ളത്. തണ്ടു കുത്തിമറിച്ച് കിഴങ്ങിന്റെ ഭാഗത്തെ ദ്രാവകം കുടിക്കുന്നതാണ് കാട്ടുപന്നികളുടെ രീതി. കുത്തിമറിച്ചിടാൻ ശ്രമം നടത്തിയ വാഴകളും പിന്നീട് നശിക്കുന്നതും വലിയ നഷ്ടമുണ്ടാക്കും. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായിട്ടുള്ളത്. ചെങ്ങാലിക്കോടൻ നേന്ത്രൻ കൂടാതെ സ്വർണ്ണമുഖി, കമ്പം തേനി നേന്ത്രൻ, മറ്റു നാടൻ വാഴകളും നശിപ്പിച്ചതിൽ ഉൾപ്പെടുന്നു. കൃഷിഭവനിൽ നിന്നും നിർദ്ദേശിച്ചതനുസരിച്ച് കൃഷിയിടത്തിനു ചുറ്റും കുപ്പികളിൽ വിവിധ ലായനികൾ കെട്ടിയിടുകയും വേലിക്കമ്പി 3 നിരയായി കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കാട്ടുപന്നികൾ ഇവയെല്ലാം മറികടക്കുകയാണ്. വെടിവെക്കാൻ ആളെത്തിയപ്പോൾ കാട്ടുപന്നികളെ കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. 60 ഏക്കറോളം വരുന്ന നെൽകൃഷിയിലും കാട്ടുപന്നികളുടെ ശല്യമുണ്ട്. എരുമപ്പെട്ടി ചെങ്ങാലിക്കോടൻ ബനാന ഗ്രോവേഴ്സ് അസോസിയേഷന് 2016-ൽ ദേശീയ പ്ലാന്റ് ജിനോം സേവിയർ കമ്മ്യൂണിറ്റി പുരസ്കാരവും ലഭിച്ചിരുന്നു. കാട്ടുപന്നികളിൽ നിന്നും കൃഷിയെ രക്ഷിക്കാൻ അടിയന്തര നടപടിയെടുത്തില്ലെങ്കിൽ കൃഷി അവസാനിപ്പിക്കുകയേ വഴിയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത്. ജിടെക് കമ്പ്യൂട്ടേഴ്സിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെ വേണ്ടാട്ടോ പണികിട്ടും എന്ന പേരിൽ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായുള്ള റോഡ് ഷോയ്ക്ക് കടങ്ങോട് സെന്ററിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ ജിടെക് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ ലോഗോയുടെ പ്രകാശനം CCTV ന്യൂസ് എഡിറ്റർ രമ്യ സനിൽ നിർവഹിച്ചു. എരുമപ്പെട്ടി SI വിജയമണി ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ജിടെക് കടങ്ങോട് സെന്റർ ഡയറക്ടർമാരായ അഖിൽ, ഹരികൃഷ്ണൻ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ അതിഥികളായി എത്തിയവർക്ക് സ്നേഹോപഹാരം നൽകി. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ വലിയ രാഷ്ട്രീയ അട്ടിമറി. SDPയുടെ പിന്തുണയിൽ UDF അധികാരത്തിലെത്തി. LDFന് ഭരണം നഷ്ടമായി. കോൺഗ്രസിലെ AM നിതീഷ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് അംഗങ്ങളോട് രാജിവെച്ചൊഴിയാൻ DCC നിർദ്ദേശം. നറുക്കെടുപ്പിലെ ഭാഗ്യം UDFന് തുണച്ചു. വേലൂർ പഞ്ചായത്ത് ഭരണം UDFന്. പ്രസിഡന്റിനു പുറമെ വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് ലഭിച്ചു. പ്രസിഡന്റായി സ്വപ്ന രാമചന്ദ്രനും വൈസ് പ്രസിഡന്റായി നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിലും തെരഞ്ഞെടുക്കപ്പെട്ടു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങൾ പങ്കെടുത്തു. പ്രസിഡന്റായി സിനി പ്രസാദിനെ ഏകപക്ഷീയമായി തെരഞ്ഞെടുത്തപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജിഷ സുനിൽകുമാർ വിജയിച്ചത് വോട്ടെടുപ്പിലൂടെ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നാടകീയമായ രാഷ്ട്രീയ അട്ടിമറി. UDF സ്വതന്ത്ര അംഗത്തിന്റെ വോട്ടോടെ LDF ഭരണം നിലനിർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലേക്ക് നീങ്ങുമെന്ന് കരുതിയ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം നടന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് LDFന് തുണയായത്. 8 വോട്ടുകൾ നേടി KV നഫീസ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അഡ്വക്കേറ്റ് KK ഷിബു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
Thank you.